കുറച്ച് പുതിയ ചെടികൾ കിട്ടി. അത് വയ്ക്കുന്നതും കുറച്ച് ചെടിയുടെ വിശേഷങ്ങളുമാണ് ഇന്ന് പറയുന്നത്. ചെടി വയ്ക്കുന്നതിനായിട്ട് മണ്ണൊരുക്കിയിരിക്കുകയാണ്. മണ്ണിലേക്ക് ചാണപ്പൊടിയും കമ്പോസ്റ്റും വേപ്പുമിണ്ണാക്കും പെർലൈറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചട്ടിയുടെ പകുതി വരെ ഇട്ടിട്ടാണ് ചെടി വയ്ക്കുന്നത്. ഇങ്ങനെ വെച്ച ചെടിച്ചട്ടികൾ തണലത്ത് വയ്ക്കണം. വേര് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ഇഷ്ടമുള്ളിടത്ത് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 4-5 മാസം കഴിഞ്ഞിട്ട് വളം കൊടുത്താൽ മതിയാകും. ചെടികൾ നന്നായി ഗ്രോത്തിൽ വളരുകയും ചെയ്യും. ഇത് നമ്മുടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ വേരുകൾ വരുന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നന്നായി വളരുകയും നല്ല ഹാങ്ങിങ് പ്ലാന്റും കൂടിയാണ്. ഇത് അഗ്ലോണിമയും കലാത്തിയാടെയും ചെടികളാണ്. ഇതെപ്പോഴും തണലത്ത് വെച്ച് വേണം, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞ് ഭംഗിയെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും തണലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇതിന് ഇളപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇളപ്പുകൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കട്ട് ചെയ്ത ഒരു പ്ലാന്റാണിത്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ പുതിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഒരു പ്ലാന്റ് വയ്ക്കുന്നതിനേലും നല്ലത് ഇതുപോലെ അടർത്തി കൂടുതൽ പ്ലാന്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ വേര് പിടിപ്പിക്കുന്നതിനായിട്ടാണ് ഈ ബഡ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു കൊല്ലമൊക്കെ എത്തിയ ചെടി റീപ്ലാന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ചെത്തിയുടെയും മെലസ്റ്റോമയുടെ അങ്ങനെ ഏത് തരം ചെടിയുടെ കമ്പുകളും എടുത്ത് ഇതിലേക്ക് കുത്തിവെച്ചാൽ വേര് പിടിക്കാൻ എളുപ്പമാണ്. ഞാനിങ്ങനെയാണ് വേര് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വേര് പിടിച്ച ചെടികൾ കിട്ടും. ഒരുമിച്ച് വയ്ക്കാവുന്നതുമാണ്. അപ്പോൾ ഒരുമിച്ച് വയ്ക്കുമ്പോഴാണ് പൂക്കളുണ്ടാകുമ്പോൾ ഭംഗി കൂടുതലുണ്ടാകുന്നത്. അങ്ങനെ പിടിപ്പിച്ച ചെത്തികളാണ് അതെല്ലാം. ഇതാണ് നമ്മുടെ ഹെലിക്കോണിയ. ഇത് പലതരമുണ്ട്, പല കളറിലുണ്ട്. ഇത് ബോർഡർ ലൈനായിട്ടോ കൊടുക്കാൻ ഏറ്റവും നല്ല ചെടിയാണ് ഈ ഹെലിക്കോണിയ. ഇവിടെ ഇപ്പോൾ മഞ്ഞ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പല കളറും പല വെറൈറ്റികളും ഉണ്ട്. അപ്പോൾ എപ്പോഴും ബോർഡർ ലൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ചെടി കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ലോണിൽ മഞ്ഞ കളറ് വന്നു കഴിഞ്ഞാൽ അത് പുഴുക്കേടാണ്. അപ്പോൾ അതിന് മരുന്നടിച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ ഫേൺ, ഇതാണ് ഫേൺ. ഇത് പലതരത്തിലുള്ള ഫേണുകളുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലല്ല വച്ചിരിക്കുന്നത്. ഇതൊരു നെറ്റ് വെച്ച് അതിലേക്ക് ഇഷ്ടിമുറിയെല്ലാം ഇട്ട് മണ്ണിട്ട് കൊടുത്ത് ഒരു മരത്തിൻ്റെ അടിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും. ഇതൊരു പൂവിടുന്ന ചെടിയാണ്. അതിൻ്റെ അടിയിൽ മഞ്ഞളിൻ്റെയൊക്കെ പോലത്തെ വിത്തുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ ചെടിയുടെ മുള്ള് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആ ചെടിയുടെ അടുത്ത് പോകുവാനും ഒക്കെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ആ മുള്ള് കുത്തി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ മുള്ളുകളെല്ലാം കട്ട് ചെയ്ത് കളയുന്നത്. ഇനി നമ്മൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലെ നട്ടു കൊടുത്താൽ, എവിടെയെങ്കിലും സ്ഥലത്ത് നട്ടു കൊടുത്താൽ നമുക്ക് ഹോം ഡെക്കോറിന് വല്ല ആവശ്യം വരുമ്പോൾ ഇതുപോലെ ഉപയോഗിക്കാം. ഇത് ജെയ്ഡ് പ്ലാന്റ് പിടിപ്പിക്കുന്നതാണ്. അതിൻ്റെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഹൈലൈറ്റായിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ് ഈ ബോട്ടിൽ പാം. 2 ബോട്ടിൽ പാമ്പുണ്ട് നമുക്ക്. ഇതിൻ്റെ ഏറ്റവും ഭംഗി അടിവശമാണ്. അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് ആ പാമ്പ് കാണുമ്പോൾ. ഇനി പൂക്കളുടെ കാര്യമാണെങ്കിൽ ഇനിയുള്ള മഴ കഴിഞ്ഞു, ഇനി നമുക്ക് പൂക്കളുടെ കാലമാണ്. അപ്പോൾ എപ്പോഴും പൂക്കൾ കിട്ടണമെങ്കിൽ ശ്രീലങ്ക മുല്ല വയ്ക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ചെട്ടുമല്ലി നന്നായി ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ ഉണ്ടായതാണ് ഇപ്പോൾ ഈ ചെട്ടുമല്ലി. നല്ല ഭംഗിയുമാണ്. അപ്പോൾ അടുത്ത വിശേഷമായി അടുത്ത ദിവസം